അറിഞ്ഞില്ലേ നിങ്ങൾ? ചെകുത്താൻ എന്ന വിളിപ്പേരുള്ള യൂട്യൂബർ അജു അലക്സിനെ കഴിഞ്ഞ ദിവസം ഇടപ്പള്ളിയിൽ വെച്ച് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. നീ മോഹൻലാലിനെതിരെ വീഡിയോ ഇടുന്ന ആളുകളല്ലേ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനം. ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ, 5-6 പേരുണ്ടായിരുന്നു തോന്നുന്നേ. മറ്റു കാരണങ്ങളൊന്നുമില്ല, ഈ പല കാര്യങ്ങൾ പറഞ്ഞ് ആക്രോശിച്ചായിരുന്നു മർദ്ദനം ഉണ്ടായത്. അജു, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? ഞങ്ങള് ടോൾ തട്ടുകടയില്ലേ ഇടപ്പള്ളിയില്, അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുക. ഒരുത്തം വന്നിട്ട് എൻ്റെ അടുത്തോട്ട് വരുന്നു. നീ അല്ലേ ചെറുതാനല്ലേ, അവാ നമുക്കൊരു സിഗരറ്റ് വലിക്കാം, നീ മോഹൻലാലിനെതിരെ വീഡിയോ എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പിച്ചും പേയും പറയുന്ന പോലെ പറയുന്നു. അപ്പൊ ഇവന് ഇങ്ങനെ ഉന്തുന്നൊക്കെ ഉണ്ട്. അപ്പോഴേ എനിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി, എന്തോ ഉടക്കുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവൻ ഇവന്റെ കൂട്ടുകാർ അവിടെ ഇടയ്ക്ക് നിൽക്കുന്നത്, ദേടാ ഇവനിവിടെ വന്ന് ഇങ്ങനെ വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. ഒന്ന് രണ്ട് പേര് വന്നു. അപ്പത്തിന് ഇവന്മാരുടെ ഇത് കണ്ടപ്പോ എന്തോ പ്രശ്നമുള്ള എനിക്ക് തോന്നി. ഞാൻ ഉടനെ നടന്ന് ആ കടയിലോട്ടം കയറുകയാണെങ്കിൽ കുഴപ്പം ഒഴിവാക്കല്ലോ. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റി. അപ്പൊ അങ്ങോട്ട് കയറിയപ്പോ ഈ ഫുട്പാത്തിൽ നിന്ന് കയറി അങ്ങോട്ട് വരുമ്പോ ഇവൻ എവിടെ നിന്നാ വന്നതെന്ന് എനിക്കറിയത്തില്ല. അവൻ വന്ന് എനിക്കിട്ട് ഒറ്റ ഇടി. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അവൻ വന്ന് എനിക്കിട്ട് ഒറ്റ ഇടി ഇവിടെ ഇട്ട്. ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെയും കൂടെ ചേർത്താണത് കിട്ടിയത്, അല്ലെങ്കിൽ അത് തലക്കിട്ട് അവൻ ഇടിക്കുന്നത്. കണ്ടില്ലേ, എന്റെ ശരീരം പന്നി ഇറങ്ങിയ പാടം പോലെയായി. അപ്പൊ ഞാൻ പോയി അഡ്മിറ്റ് ആയി. എനിക്ക് ഇത് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞ് അഡ്മിറ്റ് ആയിക്കോളാനും പറഞ്ഞു പോലീസുകാർ. അപ്പൊ ഞാൻ പോയി അഡ്മിറ്റ് ആനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവന്മാര് നമ്മളെ ഫോളോ ചെയ്ത് അവിടെ ഉണ്ട്. അവിടെ വന്ന് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര കച്ചറ ഇവരെല്ലാം. എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. ഇതെല്ലാം ഉറപ്പായിട്ട് ഏതോ തൂഫാൻ കേസാ. അത് ഇവര് നോർമൽ അല്ല, വളരെ അബ്നോർമൽ ബിഹേവിയർ. അവന് പറയുന്ന ഒന്നും കിട്ടുന്നില്ല, തോന്നിയ പോലെ വർത്താനം പറയുക. ചുമ്മാ അല്ലേ ഈ പബ്ലിക് പ്ലേസ് വെച്ച് ഇത്രയും വയലന്റ് ആയിട്ടൊന്നും ആരെ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തോന്നിവാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്താനം പറയുന്നു, അടിച്ചെന്നെ മോഹൻലാലിനെ ഷേപ്പ് ചെയ്യാൻ. അപ്പൊ തൂഫാൻ വാരിയർ മോഹൻലാലിന്റെ ആരാധകൻ തൂഫാനായിട്ട് വന്ന സീനേത്. ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ വെച്ചേരും. എന്നിട്ട് ഇവൻ കയ്യിലേതാണ് ഉണ്ടാകുന്ന എനിക്ക് ഉണ്ട്. അവൻ എന്തോ കൂട്ടിച്ചേർത്ത് അടിച്ചേ. എന്നിട്ട് അവൻ എടുത്ത് ഇവിടെ വെക്കുന്നു. റോഡിൽ നിന്ന് കാണിക്കുന്ന വേലകളാ അത്. കയ്യിലിരിപ്പിന്റെയാ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. മോഹൻലാലിന്റെ ആരാധകർ എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രതീക്ഷിക്കാനും പറ്റും. ഇവര് അതിൽ കൂടുതൽ ഒരു സ്ഥിരതയോ അല്ലെങ്കിൽ മാനസികമായ ഒരു പക്വതയൊന്നും ഇവർക്ക് ഉണ്ടാകത്തില്ല. ഇനി നിന്നെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ട ഈ വണ്ടിയുടെ എഞ്ചിൻ ഞാൻ അടിച്ചെടുക്കും. എഞ്ചിൻ ഉണ്ടെങ്കിലേ വണ്ടി ഓടും. എന്റെ കൂട്ടത്തിൽ ഇവന്മാര് വല്ല ഡ്രഗ് അബ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്രമം നടക്കും. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.